എല്ലാവർക്കും ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സാമ്പിളിംഗ്. നമുക്ക് എക്സാമിന് ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാമ്പിളിംഗ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു കണ്ടിന്യൂസ് മോഡുലേഷൻ സ്കീമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പ്രോസസ്സാണ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ സിഗ്നൽ നമുക്ക് കണ്ടിന്യൂസ് ആയിരിക്കുമല്ലേ. സാധാരണയുള്ള നേച്ചറിലുള്ള എല്ലാ പ്രോസസ്സും ഒരു കണ്ടിന്യൂസ് സിഗ്നലായിരിക്കും. ഈ കണ്ടിന്യൂസ് സിഗ്നലിനെ നമുക്ക് ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മുടെ കണ്ടിന്യൂസ് സിഗ്നലിന് എക്സാമ്പിൾസ് ആണ് AM-ഉം FM-ഉം, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഡിജിറ്റൽ ഫ്രീക്വൻസി മോഡുലേഷനും. പക്ഷേ നമുക്കിതെല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മെസ്സേജ് സിഗ്നൽസ് ആയിരിക്കും നമുക്കുള്ളത്. ഇതിനെ നമുക്ക് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം. എക്സാമ്പിൾസ് ആർ ഓഡിയോ സിഗ്നൽ ആൻഡ് വീഡിയോ സിഗ്നൽ. ഇൻ ഡിജിറ്റൽ TV ട്രാൻസ്മിഷൻ ദിസ് വീഡിയോ സിഗ്നൽ ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ഡിജിറ്റൽ. ഇതൊക്കെ നമ്മുടെ ഓഡിയോ സിഗ്നലും വീഡിയോ സിഗ്നലും ഒക്കെ കണ്ടിന്യൂസ് സിഗ്നലാണ്. നമുക്ക് ഡിജിറ്റൽ TV ട്രാൻസ്മിഷനിലൊക്കെ നമുക്ക് ഈ വീഡിയോ സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റലാക്കണം. In the present system of telephone communication, our voice is converted into digital form and transmitted. The first step in the conversion of continuous signal to digital signal is sampling. അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുക എന്നതാണ്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് sampling. The sampling of a continuous message is done at regular intervals. A continuous signal and its samples taken at regular intervals are shown below. നമ്മൾ ഈ സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമുക്കൊരു കണ്ടിന്യൂസ് വേവ് ഉണ്ടായിരിക്കും. ആ കണ്ടിന്യൂസ് വേവിനെ നമ്മൾ സാധാരണ മോഡുലേഷനിൽ നമ്മൾ ഫുള്ളായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ആ കണ്ടിന്യൂസ് സിഗ്നലിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ഇൻ്റർവെൽസിലുള്ള ഹൈറ്റ്, അതായത് ആ ഇടയ്ക്കുള്ള ഇൻ്റർവെൽസിലുള്ള ഇൻഫർമേഷൻ മാത്രമേ നമ്മൾ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. അതിനെ മാത്രം സെലക്റ്റീവായിട്ട് റിസീവറിൽ എത്തിക്കുക. അതിൻ്റെ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് സിഗ്നലാണ്. ആ കണ്ടിന്യൂസ് സിഗ്നലിൻ്റെ ഈ സാമ്പിൾസ് ഉണ്ട്, ഈ ഇടയ്ക്കുള്ള ഇൻ്റർവെൽസിലുള്ളത് മാത്രം നമ്മൾ സെലക്റ്റീവായിട്ട് എടുത്തിട്ട് ഇതിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പക്ഷേ റിസീവർ എൻഡിൽ നമ്മളിതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഫുൾ ഇൻഫർമേഷൻ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ സാമ്പിൾസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും റിസീവറിൽ നമുക്കിതിൻ്റെ ഫുൾ ഇൻഫർമേഷൻസിന്, അതായത് ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്ത് നമുക്ക് ഫുൾ മെസ്സേജ് സിഗ്നൽ നമുക്ക് റിസീവറിൽ കിട്ടും. സാമ്പിളിംഗ് ഇൻ്റർവെല്ലിന് നമ്മൾ T എന്നാണ് എടുക്കുന്നത്. സാമ്പിളിംഗ് ഇൻ്റർവെല്ലിനെ നമ്മൾ T എന്ന് പറയുന്ന ഫിഗറിലാണ് എടുക്കുന്നത്. നമുക്ക് ഫോർ എ കണ്ടിന്യൂസ് സിഗ്നൽ എക്സ് ഓഫ് ടി ആണ് നമ്മുടെ സിഗ്നൽ. കണ്ടിന്യൂസ് സിഗ്നൽ എക്സ് ഓഫ് ടി ആണ്. ഇതിൽ നമുക്ക് എക്സ് ഓഫ് NT, അതായത് ഓരോ ഇൻ്റർവെൽസ് N എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, അതായത് 0-ൽ 1-ൽ 2-ൽ 3-ലുള്ള ഓരോ സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഫോർ എക്സാമ്പിൾ X5T എന്ന് പറഞ്ഞാൽ 5th സാമ്പിൾ വാല്യൂ XT. മനസ്സിലായോ? അപ്പം ഓരോ സാമ്പിളിനും നമ്മൾ സെലക്ട് ചെയ്തിട്ട്, അതായത് ഈ സാമ്പിൾ വാല്യൂ മീൻസ് ഹൈറ്റ് ഓഫ് ദ സാമ്പിളിനെയാണ് നമ്മൾ ഈ സാമ്പിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് എ കണ്ടിന്യൂസ് മെസ്സേജ്, ഇറ്റ് സാമ്പിൾസ് ആർ ട്രാൻസ്മിറ്റഡ് ഓൺലി ഓർ ഇൻ അതർ വേർഡ്സ് ദ ഇൻഫർമേഷൻ അറ്റ് ദ ടൈം ഓഫ് സാമ്പിൾസ് ഈസ് ട്രാൻസ്മിറ്റഡ്. ആ ടൈം ഓഫ് സാമ്പിൾസിൽ ഇൻഫർമേഷൻ അറ്റ് ദ ടൈം ഓഫ് സാമ്പിൾസ് ഈസ് ട്രാൻസ്മിറ്റഡ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ ടൈം ഓഫ് സാമ്പിൾസിൽ ഇൻഫർമേഷൻ മാത്രമാണ്. അറ്റ് ദ റിസീവർ സൈഡ് ദ ഒറിജിനൽ കണ്ടിന്യൂസ് മെസ്സേജ് ക്യാൻ ബി റീകൺസ്ട്രക്റ്റഡ് ഫ്രം ദീസ് സാമ്പിൾസ്. നമ്മൾ റിസീവർ എൻഡിൽ ഈ ഒറിജിനൽ കണ്ടിന്യൂസ് മെസ്സേജിനെ നമ്മൾ ഈ സാമ്പിൾസിൽ നിന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യും. The quality of the reconstructed signal or the closeness of the reproduced signal to the original signal depends on the frequency of the സാമ്പിൾസ്. ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഈ റീകൺസ്ട്രക്റ്റ് സിഗ്നലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഓഫ് സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്തില്ലേ, ആ സാമ്പിൾ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇഫ് ദ നമ്പർ ഓഫ് സാമ്പിൾസ് ടേക്കൺ ഇൻ വൺ പീരിയഡ്
one period of the signal is large, then the quality of the reconstructed signal will be good. അതായത് നമ്പർ ഓഫ് സാമ്പിൾസ് നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് സാമ്പിൾസ് ഇല്ലേ, അത് എത്രത്തോളം അതിൻ്റെ പീരീഡ് എത്രത്തോളം ലാർജ് ആയിരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ റീകൺസ്ട്രക്റ്റഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഗുഡായിരിക്കും. ബട്ട് ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസ് വിൽ ക്രിയേറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ടു ബി ട്രാൻസ്മിറ്റഡ്. ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസിന് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഡേറ്റ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സാമ്പിളിംഗ് തിയറം നോക്കാം. സാമ്പിളിംഗ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ദ സാമ്പിളിംഗ് റേറ്റ് എഫ് സാമ്പിളിംഗ് റേറ്റിന് നമ്മൾ എഫ് എസ് എന്നാണ് എടുക്കുന്നത്, എക്സീഡ്സ് ട്വൈസ് ദ മാക്സിമം ഫ്രീക്വൻസി കണ്ടെയ്ൻഡ് ഇൻ ദ മെസ്സേജിന് നമ്മൾ എഫ് എം എന്ന് എടുക്കും. മെസ്സേജിന് നമ്മൾ എഫ് എം എന്നാണ് എടുക്കുന്നത്. അപ്പോൾ സാമ്പിളിംഗ് റേറ്റിന് എഫ് എസ് എന്നും മെസ്സേജ് ഫ്രീക്വൻസി നമ്മൾ എഫ് എം എന്നും എടുക്കും. ഇത് അതായത് എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM എന്നാണ്. എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. അതായത് നമ്മൾ എടുക്കുന്ന മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ ഡബിളോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കണം എന്ത് സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ സാമ്പിളിംഗ് തിയറം. ദിസ് തിയറം ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ മിനിമം സാമ്പിളിംഗ് റേറ്റ്. ഈ തിയറം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ മിനിമം സാമ്പിളിംഗ് റേറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാമ്പിളിംഗ് തിയറം യൂസ് ചെയ്യുന്നത്. ദ ചാനൽ സപ്പോർട്ട്സ് ദ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 300 to 3400 ഹെർട്സ്. ഒരു ചാനൽ 300 ഹെർട്സ് തൊട്ട് 3400 ഹെർട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ആണെങ്കിൽ ഫോർ ദിസ് ആപ്ലിക്കേഷൻ ദ സാമ്പിളിംഗ് റേറ്റ് ഓഫ് 8000 സാമ്പിൾസ് പെർ സെക്കൻഡ് ഈസ് ദ സ്റ്റാൻഡേർഡ്. അപ്പം അവിടുത്തെ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ 8000 ആയിരിക്കും. മനസ്സിലായോ? അതായത് 2 × 3500. ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 3400 ഹെർട്സ് ആണ് അവിടുത്തെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ മാക്സിമം. അതേ × 2, അപ്പം ഡബിൾ ചെയ്ത്. മനസ്സിലായോ? ഇനി നമുക്ക് പൾസ് കോഡ് മോഡുലേഷൻ നോക്കാം. പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഹിയർ ദ കണ്ടിന്യൂസ് സിഗ്നൽ ഓർ മെസ്സേജ് സിഗ്നൽ ഈസ് ഫസ്റ്റ് പാസ്ഡ് ത്രൂ എ ലോ പാസ് ഫിൽട്ടർ ഇൻ ഓർഡർ ടു റിമൂവ് എനി അൺനെസസറി ഹൈ ഫ്രീക്വൻസി നോയ്സ് ദാറ്റ് മേ ബി കണ്ടെയ്ൻഡ് ഇൻ ദ മെസ്സേജ്. നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് സിഗ്നലിന് അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിന് നമ്മളൊരു ലോ പാസ് ഫിൽറ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഈ ലോ പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുമ്പം നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി നോയ്സിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ദാറ്റ് മേ ബി കണ്ടെയ്ൻഡ് ഇൻ ദ മെസ്സേജിനകത്തുള്ള അൺവാണ്ടഡ് ഹൈ ഫ്രീക്വൻസി നോയ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ദ സാമ്പിൾസ് ആർ ജനറേറ്റഡ് യൂസിങ് സാമ്പിളർ വിച്ച് ഈസ് എ സ്വിച്ച്. സാമ്പിൾസിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു സാമ്പിളർ യൂസ് ചെയ്താണ് അതൊരു സ്വിച്ചാണ്. ദിസ് സ്വിച്ച് വിൽ ബി ക്ലോസ്ഡ് വെനെവർ ദ സാമ്പിൾസ് ആർ ടു ബി ടേക്കൺ. നമ്മൾ സാമ്പിൾസ് എടുക്കുന്ന ടൈമിൽ ഈ സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും. ദ സാമ്പിൾസ് ആർ ക്വാണ്ടൈസ്ഡ് ടു ദ പ്രീ ഡിറ്റർമിൻഡ് വോൾട്ടേജ് ലെവൽസ് യൂസിങ് കോണ്ടൈസർ ഉപയോഗിച്ചിട്ട് നമ്മൾ സാമ്പിൾസിനെ കോണ്ടൈസ് ചെയ്യും. അതായത് ഒരു പ്രീ ഡിറ്റർമിൻഡ് നേരത്തെ നമ്മൾ തീരുമാനിച്ച ഒരു വോൾട്ടേജ് ലെവലിൽ നമ്മൾ ഈ സാമ്പിളിനെ കോണ്ടൈസ് ചെയ്യും. എന്ത് യൂസ് ചെയ്തിട്ടാണ്? കോണ്ടൈസർ യൂസ് ചെയ്തിട്ട്. ഈച്ച് ലെവൽ ഈസ് അസൈൻഡ് വിത്ത് എ ബൈനറി നമ്പർ ബൈ ദ എൻകോഡർ ഇൻ ആൻ ADC. ഈച്ച് ലെവല് നമ്മൾ അസൈൻ ചെയ്യുന്നത് ഒരു എൻകോഡർ യൂസ് ചെയ്തിട്ടാണ്. ADCയിലെ ഒരു എൻകോഡർ യൂസ് ചെയ്തിട്ടാണ് ഒരു ബൈനറി നമ്പറായിട്ട് നമ്മൾ ഓരോ ലെവലിനെയും നമ്മൾ അസൈൻ ചെയ്യും. ഇൻ അതർ വേർഡ്സ് ദ കോണ്ടൈസ്ഡ് സാമ്പിൾ ഈസ് കൺവേർട്ടഡ് ടു എ ഡിജിറ്റൽ നമ്പർ യൂസിങ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അതായത് നമ്മളൊരു ADC യൂസ് ചെയ്തിട്ട് നമ്മൾ അനലോഗിനെ ഡിജിറ്റൽ കൺവേർട്ടറായിട്ട് മാറ്റും. മനസ്സിലായി? ഒരു കോണ്ടൈസ്ഡ് സാമ്പിളാക്കിയാണ് മാറ്റുന്നത്. ബൈനറി നമ്പേഴ്സിലായിരിക്കും. ദ ബൈനറി കോഡ് റെപ്രസെൻറ്റ് ദ സാമ്പിൾ വാല്യൂ. ഈ ബൈനറി കോഡ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സാമ്പിൾ വാല്യൂവിനാണ്. അതായത് നമ്മളിവിടെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഓരോ സാമ്പിൾസിന് നമ്മൾ സാമ്പിൾസ് എടുക്കുന്നതിന് പകരം ആ സാമ്പിളിന് ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ബൈനറി കോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദിസ് ബൈനറി കോഡ് റെപ്രസെൻറ്റ് ദ സാമ്പിൾ വാല്യൂ. ഈ ഓരോ ബൈനറി കോഡിനെയും നമ്മൾ ഓരോ ബൈനറി കോഡും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോ സാമ്പിൾ വാല്യൂ ആണ്. ദസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ദ സാമ്പിൾസ് ഇറ്റ്സ് ബൈനറി കോഡ് ഈസ് ട്രാൻസ്മിറ്റഡ്.
മനസ്സിലായോ? ഈ സാമ്പിൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ബൈനറി കോഡാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ മോഡുലേഷനെ പറയുന്ന പേരാണ് പൾസ് കോഡ് മോഡുലേഷൻ. അപ്പം പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു മോഡുലേഷൻ സ്കീമാണ് പൾസ് കോഡ് മോഡുലേഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സാമ്പിളിംഗ് അല്ലേ നടക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ലോ പാസ് ഫിൽറ്ററിലൂടെ നമ്മൾ മെസ്സേജ് സിഗ്നലിനെ പാസ് ചെയ്ത് വിടുമ്പോൾ അവിടെ ഉള്ള അൺവാണ്ടഡ് ഹൈ ഫ്രീക്വൻസി നോയ്സിനെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മളൊരു സാമ്പിളർ യൂസ് ചെയ്തിട്ട് സാമ്പിൾസ് ജനറേറ്റ് ചെയ്യും. ഈ സാമ്പിൾസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതൊരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും. ഈ സാമ്പിളിനെ നമ്മൾ ഒരു പ്രീ ഡിറ്റർമിൻഡ് വോൾട്ടേജ് ലെവൽസിൽ കോണ്ടൈസ് ചെയ്യും. ഒരു കോണ്ടൈസർ യൂസ് ചെയ്തിട്ട് കോണ്ടൈസ് ചെയ്യും. ഈ ഓരോ ലെവലിനെയും നമ്മൾ ഈ സാമ്പിൾ എടുത്ത ഓരോ ലെവലിനെയും നമ്മൾ ഓരോ ബൈനറി കോഡായിട്ടാണ് അസൈൻ ചെയ്യുന്നത്. ഈ ബൈനറി കോഡ് ആക്കുന്നത് എങ്ങനെയാണ്? ഒരു ADC, ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിനകത്ത് എൻകോഡർ യൂസ് ചെയ്തിട്ടാണ് ഓരോ ലെവലിനെയും നമ്മൾ ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ സാമ്പിൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പകരം ഓരോ ബൈനറി കോഡിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ മോഡുലേഷനെ പറയുന്ന പേരാണ് പൾസ് കോഡ് മോഡുലേഷൻ. ഇനി നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. PCMൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. സോഴ്സ് ഓഫ് കണ്ടിന്യൂസ് ടൈം മെസ്സേജ് സിഗ്നലിന് നമ്മളൊരു ലോ പാസ് ഫിൽറ്ററിൽ കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സാമ്പിളറിൽ കൊടുക്കുന്നു, പിന്നെ അത് കഴിഞ്ഞൊരു കോണ്ടൈസറിൽ കൊടുക്കുന്നു, എൻകോഡറിൽ കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. PCM സിഗ്നൽ അപ്ലൈഡ് ടു ചാനൽ ഇൻപുട്ട്. ഇതിനെ നമ്മൾ ഇനി ഇൻപുട്ടായിട്ട് കൊടുക്കുക. എൻകോഡർ കഴിഞ്ഞ് അതാണ് ചാനൽ ഇൻപുട്ട്. ഇനി റീജനറേഷൻ സർക്യൂട്ട്, ഡീകോഡർ, റീകൺസ്ട്രക്ഷൻ ഫിൽട്ടർ, എൻകോഡർ. ഇത് റിസീവർ. ആദ്യം നമ്മൾ നോക്കിയത് ട്രാൻസ്മിറ്റർ, രണ്ടാമത് നോക്കിയത് റിസീവർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ അതിനെ റീജനറേഷൻ സർക്യൂട്ടിൽ കൊടുക്കും, അത് ഡീകോഡ് ചെയ്യും, എന്നിട്ട് റീകൺസ്ട്രക്ഷൻ ഫിൽട്ടറിൽ കൊടുക്കും, അത് കഴിഞ്ഞ് എൻകോഡ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ PCMൽ നടക്കുന്നത്. ഇനി നമുക്ക് ക്വാണ്ടൈസേഷൻ നോക്കാം. The samples can have infinitely different values, and to convert such different values to binary, we need infinite number of bits. The samples can have infinitely different values, and to convert such different values to binary. നമുക്ക് ഉള്ള സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓരോന്നും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. അതിനെ കൺവേർട്ട് ചെയ്ത് ഡിഫറെൻറ്റ് ബൈനറി വാല്യൂസിലോട്ട് ആക്കണം. We need infinite number of bits. നമുക്ക് infinite number of bits ആണ് ആവശ്യം. In order to encode the samples to binary with a few numbers of bits, the samples value have to be restricted to a finite number of levels. Thus, the sample value can be rounded off to predetermined fixed number of levels. So, we will round off the sample values to predetermine the fixed number of levels. This process of rounding off ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ. അതായത് നമുക്ക് സാമ്പിൾസ് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസിൽ എടുക്കുന്നത് അതിനെ നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിന് നമുക്ക് എല്ലാം നമുക്ക് ആവശ്യമുള്ളൊരു ഫിക്സഡ് നമ്പർ ഓഫ് ലെവൽസിലാണ് നമുക്കിത് വേണ്ടത്. അപ്പം അതിന് നമ്മൾ ഒരു റൗണ്ട് ചെയ്തിട്ട് ഒരു ഫൈനൈറ്റ് വാല്യൂസ് ആക്കും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ. ഇനി നമുക്ക് AD കൺവേർഷൻ നോക്കാം. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ. If there are n quantized voltage levels in a PCM system, then we need a n number of bits to encode them into binary, such as 2 raised to n equal to n. These binary data is transmitted through the channel. അതായത് നമുക്കൊരു ക്യാപിറ്റൽ N quantized voltage levels ആണ് PCMത്തിലുള്ളതെന്ന് വെച്ചോ. പക്ഷേ then we need n number of bits to encode them into binary such that നമുക്ക് n number of bitsനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷനാണ് 2 raised to n എന്ന് പറഞ്ഞത്. The binary data is transmitted through the channel. At the receiver side, there is regeneration circuit to make the shape of pulses obtained from the channel back to its original form, as the shape of pulses would be distorted when they are transmitted through a channel for a very long distances. നമുക്കൊരു വെരി ലോങ് ഡിസ്റ്റൻസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം അത് കുറേയൊക്കെ അതിൻ്റെ ഷേപ്പൊക്കെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകുമല്ലോ. നമുക്ക് റിസീവർ സൈഡിൽ നമ്മൾ അതിനൊരു റീജനറേഷൻ സർക്യൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒറിജിനൽ പൾസ് ഷേപ്പ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തെടുക്കണം ആ ചാനലിൽ നിന്നും. ദർ ആർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് DAC, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അപ്പം അനലോഗിനെ ഡിജിറ്റലാക്കാൻ ADCയും ഡിജിറ്റലിനെ അനലോഗാക്കാൻ DACയും ഓർ ഡീകോഡർ അല്ലെങ്കിൽ ഡീകോഡർ and reconstruction filter. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യും. The DAC converts the binary system stream back to the samples. ഈ DAC ഈ ബൈനറി സ്ട്രീമിനെ ബാക്ക് ചെയ്ത് എന്താക്കി മാറ്റും?
സാമ്പിൾസ് ആക്കി പഴയ സാമ്പിൾസ് ആക്കി മാറ്റും. ഫോർ ദ സാമ്പിൾസ് ദ കണ്ടിന്യൂസ് സിഗ്നൽ ഈസ് റിട്രൈവ്ഡ് ബൈ യൂസിങ് ദ റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ. റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള സാമ്പിളിന് പഴയ കണ്ടിന്യൂസ് സിഗ്നലാക്കി കിട്ടും. ദ റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ ഈസ് ബേസിക്കലി എ ലോ പാസ് ഫിൽറ്റർ. ഒരു ലോ പാസ് ഫിൽറ്ററാണ് ഈ റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് മൾട്ടിപ്ലെക്സിങ്. മൾട്ടിപ്ലെക്സിങ് എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് എന്താണെന്ന് പറയാം. നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പല സോഴ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിനെല്ലാം ഒന്നാക്കിയാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 ഇൻഫർമേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ ഈ 5 ഇൻഫർമേഷനെ പാസ് ചെയ്ത് നമുക്ക് ഒറ്റ ഇൻഫർമേഷനാക്കി മാറ്റണം. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് മൾട്ടിപ്ലെക്സിങ്. അതായത് മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ നമുക്ക് സിംഗിൾ ഇൻഫർമേഷനാക്കി മാറ്റണം. അതാണ് ബേസിക്കലി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മൾട്ടിപ്ലെക്സിങ് എന്ന് വെച്ചാൽ നമ്മൾ മക്സ് യൂസ് ചെയ്യും അവിടെ. When data from different sources are transmitted through a single channel simultaneously from source to destination. ഡിഫറെൻറ്റ് സോഴ്സസ് നിന്നുള്ള ഡേറ്റയെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു സിംഗിൾ ചാനലിലൂടെ കൊണ്ടുപോകണം. അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷൻ വരെ. ദേ വിൽ ഗെറ്റ് മിക്സഡ് അപ്പ് ഇൻ ദ ചാനൽ. ചാനലിൽ വെച്ച് ഇത് മിക്സപ്പ് ആകത്തില്ലേ. ആൻഡ് ദേ കനോട്ട് ബി സെപ്പറേറ്റഡ് ദം. അതിനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതർവൈസ് we need a number of separate channels equal to the number of different sources to transmit data from each source separately through individual channel. It is difficult as well as uneconomic to use many channels between a common source and destination. In such a situation, we can use the technique of multiplexing. Two widely used multiplexing techniques are time division multiplexing and frequency division multiplexing. അതായത് നമ്മളിപ്പോൾ പല ഡിഫറെൻറ്റ് ചാനലും എന്നുള്ള സോഴ്സസിന് നമ്മൾ പല ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷന് ഡിഫറെൻറ്റ് ചാനൽ വഴി പാസ് ചെയ്ത് ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല ഭയങ്കര കോംപ്ലിക്കേഷനുമാണ്. അപ്പോൾ നമ്മൾ അതുമാത്രം ഒരു ചാനലിൽ കൂടെ പാസ് ചെയ്താൽ നമുക്കത് മിക്സിങ് അപ്പ് ആവുകയും ചെയ്യും. അപ്പം നമ്മൾ ചെയ്യുന്നതാണ് മൾട്ടിപ്ലെക്സിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സിൽ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷന് നമ്മൾ സിംഗിളായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് ഒറ്റ ഇൻഫർമേഷനാക്കി ഔട്ട്പുട്ടിലെത്തിക്കും. ഈ പ്രോസസ്സാണ് മൾട്ടിപ്ലെക്സിങ്. ഈ മൾട്ടിപ്ലെക്സിങ് 2 തരത്തിലുണ്ട്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും ഉണ്ട്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും ഉണ്ട്. ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് എന്താണെന്ന് നോക്കാം. TDM. When data is transmitted in the form of pulses, we can think of sending data from different sources through the same channel. When we transmit data from different sources through the same channel in the form of packets, it is called time division multiple access. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നുള്ള ഡേറ്റയെ സെയിം ചാനലിൽ പാക്കറ്റ്സിൻ്റെ ഫോമിലാണ്, ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സിൻ്റെ ഫോമിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ടൈപ്പ് മൾട്ടിപ്ലെക്സിങ്ങിനെ പറയുന്ന പേരാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. അതായത് നമ്മൾ ഇൻഫർമേഷന് ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സിലോട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു സെയിം ചാനലിലൂടെ. ഹിയർ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് സെൻഡിങ് ഡേറ്റ ഫ്രം വൺ സോഴ്സ് വി വിൽ ട്രാൻസ്മിറ്റ് ഡേറ്റ ഫ്രം before the completion of sending data from one source, we will transmit data from other sources. This time, the time is divided into slots and successive slots are allotted for transmission of data from different sources. അതായത് നമ്മളിവിടെ പാക്കറ്റ്സ് ഓഫ് ഡേറ്റ ആയിട്ടല്ലേ സെൻഡ് ചെയ്യുന്നത്. അപ്പം ഓരോ ഇൻഫർമേഷൻ സോഴ്സിൽ നിന്നുള്ളതിനെ നമ്മൾ ഒരു ടൈം സ്ലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സക്സസീവ് സ്ലോട്ടായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് ഈ സോഴ്സസിനെ എത്തിക്കുന്നത്, ഇൻഫർമേഷനെ എത്തിക്കുന്നത്. ഇതാണ് TDMൻ്റെ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ABCD എന്ന് പറയുന്ന സോഴ്സസ് ഉണ്ട്. അവിടെ നിന്ന് ഇൻഫർമേഷൻ നമ്മൾ ABCD എന്ന് പറയുന്ന 4 സോഴ്സസിൽ നിന്ന് നമ്മൾ TDMലോട്ട് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് സിസ്റ്റത്തിലോട്ട് നമ്മൾ ഇൻഫർമേഷനെ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്ന ഓർഡർ ആദ്യം A ആണ്, B ആണ്, C, D ആണ്. A ആണ് ആദ്യം നിൽക്കുന്നത്, ക്യൂ പോലെ നിൽക്കും. മനസ്സിലായ? ക്യൂ പോലെ നിൽക്കും. ഓരോന്നിനും ഓരോ ടൈം സ്ലോട്ടുണ്ട്. അപ്പോൾ ആദ്യം A ആയിരിക്കും സെൻഡ് ചെയ്തത്. അപ്പം A ആദ്യം നിൽക്കുന്നു, B ആണ് സെക്കൻഡ്. അപ്പം ആദ്യം ABCD അങ്ങനെയാണ് നിൽക്കുന്നത്. അതിന് നെക്സ്റ്റ് TDMലോട്ട് കൊടുക്കുന്നു. TDMൽ കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആ ഓർഡറിൽ തന്നെ ABCD എന്ന് പറയുന്ന ഓർഡറിൽ തന്നെ റിസീവിങ് ഡിജിറ്റൽ ഡിവൈസിൽ എത്തിക്കും. മനസ്സിലായ? ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ.
ഇനി നമുക്ക് FDM നോക്കാം, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മറ്റേടത്ത് ടൈം ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തതെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ ഫ്രീക്വൻസി ചാനലിനെ നമ്മൾ ഓരോ ഫ്രീക്വൻസി സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷനെ പാസ് ചെയ്യും. ഇനി ഇവിടെ നമ്മൾ ഒരു LPF ഉപയോഗിക്കും, ഒരു BPF ഉപയോഗിക്കും. അതായത് ലോ പാസ് ഫിൽറ്റർ ഉപയോഗിക്കും, ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്യും. അറ്റ് ദ റിസീവർ സൈഡ് ദീസ് സിഗ്നൽസ് ക്യാൻ ബി സെപ്പറേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് band pass filter whose pass band matches with the frequency slot of the corresponding signals. The output of each band pass filter is demodulated to obtain the individual message. അപ്പോൾ നോക്കിയേ, ആദ്യം LPF വഴി ഓരോ n നമ്പർ ഓഫ് ഇൻഫർമേഷനാണുള്ളത് LPF വഴിയിട്ട് ഒരു മോഡുലേറ്ററിൽ കൊടുക്കും. അത് കഴിഞ്ഞൊരു ബാൻഡ് പാസ് ഫിൽറ്ററിൽ കൊടുത്തിട്ടാണ് നമ്മൾ ചാനൽ വഴി പാസ് ചെയ്ത് ഔട്ട്പുട്ടിലെത്തിക്കുന്നത്. നമുക്ക് ഇവിടെ നല്ലൊരു പോയിൻ്റ് ഉണ്ട്. FDM റിക്വയർസ് ലാർജ് ബാൻഡ് വിഡ്ത്ത് ദാൻ TDM ബട്ട് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫാസ്റ്റ്. ഇപ്പം FDM ആണ് ട്രാൻസ്മിഷൻ സ്പീഡ് ഏറ്റവും കൂടുതലുള്ളത് FDM-നാണ് ഉള്ളത്. അതായത് ലാർജ് ബാൻഡ് വിഡ്ത്ത് ഉണ്ടായതുകൊണ്ട് FDM-നാണ് അവിടെ എന്തുള്ളത്, സ്പീഡുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.